രാഹുൽ നൽകിയ സാമ്പത്തിക സഹായവുമായി ബന്ധപ്പെട്ട രേഖകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച മാധ്യമപ്രവർത്തക ലക്ഷ്മി പത്മ രാഹുലിന് പലപ്പോഴായി പരാതിക്കാരി പണം നൽകിയതിന്റെയും സൺസ്ക്രീൻ അയച്ചു നൽകിയതിന്റെയും രേഖകളാണ് അവർ പുറത്തുവിട്ടത്. രാഹുൽ മാങ്കൂട്ടത്തിന് അങ്ങോട്ട് കാശ് കൊടുക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിന് ആ സ്ത്രീ അങ്ങോട്ട് അയച്ചു കൊടുത്ത കാശ്, രാഹുൽ മാങ്കൂട്ടത്തിന് മേടിച്ചു കൊടുത്ത സാധനങ്ങൾ എന്ന് പറയുന്ന കുറെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. സത്യമാണ്. പക്ഷെ ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ, ഈ പീഡിപ്പിച്ചവന് അങ്ങോട്ട് ആരാ കാശ് കൊടുക്കുന്നത്? ഇതിന് പിന്നിൽ ഒരു വലിയ ഗൂഢാലോചനയുണ്ട്. ഇവരിങ്ങനെ എന്നെ പറ്റിയിട്ടുള്ള കഥകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. ഒരു കിങ് പിൻ ഉണ്ട്. അതിന് താഴെ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് 4 പ്രധാനപ്പെട്ട ജേർണലിസ്റ്റുകൾ. സൺസ്ക്രീൻ മേടിച്ചു കൊടുത്തു, ഗോട്ട് മിൽക്ക്, പിന്നെ വീണ്ടും സൺസ്ക്രീൻ മേടിച്ചു കൊടുത്തു, ഹണി ഫിക്സ് ഫേസ് വാഷ് മേടിച്ചു കൊടുത്തു. ഈ സാധനങ്ങളെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ മേടിച്ചു കൊടുത്തു. നീ കുറെ നേടുന്നുണ്ടല്ലോ. ആദ്യം കാഴ്ചയിൽ തന്നെ പീഡിപ്പിച്ച രാഹുൽ മാങ്കൂട്ടത്തിന് ഗോട്ട് മിൽക്കും സൺസ്ക്രീനും ഷാംപൂവും എന്തിനാണ് ഇവർ മേടിച്ചു കൊടുക്കുന്നത്? മറുപടി പറയടാ. അത് പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? റേപ്പ് ചെയ്യുന്ന, പീഡിപ്പിക്കുന്ന, ബലാത്സംഗം ചെയ്യുന്ന ആർക്കെങ്കിലും ഷാംപൂവും കാര്യങ്ങളും ഒക്കെ മേടിച്ചു കൊടുക്കൂ? ഈ വരുന്ന സാധനങ്ങളുണ്ടല്ലോ, ഈ പെണ്ണുങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരുമാതിരി വില കുറഞ്ഞ പരിപാടികളുണ്ടല്ലോ, അസഹനീയം തന്നെ. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. ഏപ്രിൽ 8-ാം തീയതി ബലാത്സംഗം ചെയ്തതിനു ശേഷം പിന്നെ എന്തിനാണ് ഈ സമ്മാനങ്ങൾ വാങ്ങിക്കൊടുത്തത് എന്ന ന്യായമായ ചോദ്യം, അതായത് ബലാത്സംഗം നടന്നിട്ടില്ല എന്നതിന് ഏറ്റവും വ്യക്തമായ തെളിവായി മാറുന്നു. ഇത്രയൊക്കെ ആക്റ്റീവ് റിലേഷനും പരസ്പര ധാരണയും താല്പര്യങ്ങളും ഒക്കെ ഉണ്ടായതിനു ശേഷം ഒരു സുപ്രഭാതത്തിൽ വന്ന് ഇതെല്ലാം പീഡനമായിരുന്നു എന്ന് പറയുന്നതിന് എന്തെങ്കിലും ലോജിക് ഉണ്ടോ? ഇല്ല. ഈ വ്യക്തിഹത്യയുടെ വേദിയിൽ ഇനി ഒരു നിമിഷം എനിക്ക് ഇരിക്കാൻ പറ്റില്ല. ഇത് കരുതിക്കുട്ടിയുള്ള അപമാനിക്കലാണ്. പീഡിപ്പിച്ച, അടിച്ച, മുഖത്തു തുപ്പിയ, ഉപദ്രവിച്ച രാഹുൽ മാങ്കൂട്ടത്തിന് ഷാംപൂവും ഫ്ലാറ്റും ഒക്കെ മേടിച്ചു കൊടുക്കാനും മറ്റു പേര് കൂടെ നിൽക്കും. എടാ മോനെ, ഈ കഥകളൊക്കെ പുറത്തു കേൾക്കുന്നില്ലേ കുറെ മെക്കാനിക്ക് വിട്ടികൾ, അവന്മാരോട് പറ, എന്റെ അടുത്ത് വേണ്ട. പബ്ലിക് പ്ലാറ്റ്ഫോമുകളിലൊക്കെ കൊണ്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു ആധികാരികത വേണം. ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടുമാതിരി ഒരുമിച്ചല്ല കടിച്ചു പറിക്കുന്നത്. ഇനിയും അത്യന്തം നിഷ്ഠൂരമായ ലൈംഗിക അതിക്രമങ്ങൾ മാഡം, ഈ ലൈംഗിക അതിക്രമം ചെയ്തതിന് ശേഷം ആരെങ്കിലും ഷാംപൂ മേടിച്ചു കൊടുക്കൂ? നല്ല ചോദ്യം. ഇതിൽ തന്നെ ഒരു സ്ക്രീൻഷോട്ട് ലക്ഷ്മി പത്മ തന്നെ ഡേറ്റും അയക്കുന്നു, ബാക്കിയൊന്നും ഡേറ്റും അയച്ചിട്ടില്ല. എല്ലാവർക്കും പറ്റേ. അതായത് ലക്ഷ്മി പത്മയ്ക്ക് പോലും അറിയാം ഇത് ബലാത്സംഗമല്ല എന്ന്. ഞങ്ങളൊക്കെ പറഞ്ഞത് ഇത് തന്നെയാണ്. രാഹുൽ ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ.